ഞങ്ങളിപ്പോൾ ഒരു പ്രധാനപ്പെട്ട ജനാസ നമസ്കാരത്തിന് ശേഷമാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. പള്ളിയുടെ അയൽവാസിയായ 73 വയസ്സുള്ള ഒരു ക്രൈസ്തവ സഹോദരൻ, ആന്റണി മിറാൻഡ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ ഒരു മനുഷ്യന്റെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി മാലാഖമാർ പോലും ഉണ്ടാവും. ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. കാരണം കണ്ണല്ലൂർ ജമാഅത്ത് ഈ അടുത്ത കാലത്ത് കാണാത്ത ഒരു ജനബാഹുല്യമായിരുന്നു അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. വളരെ സന്തോഷകരമായ ഒരു കാഴ്ച ഞാൻ കണ്ടു. ഒരു ക്രിസ്ത്യൻ സഹോദരൻ ആന്റണി എന്ന് പേരുള്ള 73-കാരൻ ഹബീബായ നബിയെ വല്ലാതെ സ്നേഹിച്ചൊരു മനുഷ്യൻ. ആ മനുഷ്യൻ മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം അദ്ദേഹത്തിനെ പള്ളിക്കാട്ടിൽ കബറടക്കുക. ആ ഒരു മഹല്ല് കാണാത്ത അത്ര രീതിയിലുള്ള ജനബാഹുല്യം ആളുകളാണ് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ആ പള്ളിയിലെത്തിയത്. അവിടെയുള്ള മറ്റാളുകൾ മരണപ്പെടുന്നതിനേക്കാൾ ആളുകൾ എമ്പാടും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ ജനാസ കാണാനും പ്രാർത്ഥിക്കാനും. ഈ ഒരു അത്ഭുത സംഭവം നടന്നത് കൊല്ലം ജില്ലയിലെ കണ്ണനല്ലൂർ എന്ന് പേരുള്ളൊരു ഗ്രാമത്തിലാണ്. അവിടുത്തെ മഹല്ലിലാണ് ആന്റണി എന്ന് പേരുള്ള പള്ളിക്കടുത്ത് താമസിക്കുന്ന ഒരു മനുഷ്യൻ മരണപ്പെട്ടു. അദ്ദേഹം വല്ലാതെ ഹബീബായ നബി ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. എല്ലാ മതങ്ങളെയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഇസ്ലാമിനോട് വല്ലാത്തൊരു സ്നേഹമായിരുന്നു. ആ സ്നേഹം 2 വർഷം മുൻപ് ആന്റണിക്ക് എന്ത് തോന്നി? ഇസ്ലാം മതം സ്വീകരിക്കണം എന്ന് തോന്നി. അങ്ങനെ അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. ആന്റണിയുടെ വീട്ടുകാർക്കൊന്നും യാതൊരു പ്രശ്നങ്ങളുമില്ല. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യത്തെ ആ രീതിയിൽ തന്നെ കണ്ടു. അദ്ദേഹം ഒരൊറ്റ ആഗ്രഹം ഉണ്ടായിരുന്നുള്ളൂ, വല്ലാത്തൊരു ഇഷ്ടം ഹബീബായ നബിയോടുണ്ട്. അതുകൊണ്ട് ഹബീബായ നബിയുടെ പേര് തന്നെ എനിക്ക് വേണം. അങ്ങനെ മുഹമ്മദ് റാഫി എന്നുള്ള പേര് സ്വീകരിച്ചു. സർട്ടിഫിക്കറ്റിലൊക്കെ ആന്റണി തന്നെയാണ്, ആളുകളുടെ കാഴ്ചയിലും ആന്റണി. പക്ഷെ ആള് മുഅ്മിനാണ്. ഉസ്താദ് തന്നെ ആ വിഷയം പറയുന്നുണ്ട്. ഞങ്ങളിപ്പോ ഒരു പ്രധാനപ്പെട്ട ജനാസ നമസ്കാരത്തിന് ശേഷമാണ് ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. പള്ളിയുടെ അയൽവാസിയായ 73 വയസ്സുള്ള ഒരു ക്രൈസ്തവ സഹോദരൻ, ആന്റണി മിറാൻഡ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹം 2 വർഷം മുമ്പ് ഇസ്ലാം മതം സ്വീകരിച്ചിരുന്നു. 1 കൊല്ലത്തോളമായിട്ട് സുഖമില്ലാതെ രോഗശൈലിയായിരുന്നു. മിനിയാന്ന് അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ ജനാസ കുടുംബക്കാരുടെ പൂർണ്ണ സമ്മതത്തോടു കൂടി കണ്ണല്ലൂർ പള്ളിയിലെ ഇസ്ലാം മതാചാര പ്രകാരം അടക്കം ചെയ്യാനുള്ള സമ്മതം അവർ നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആ ജനാസ അടക്കിയതിനു ശേഷം ഞങ്ങൾ ഒത്തുകൂടിയിരിക്കുകയാണ്. ഒരു വല്ലാത്ത അനുഭവമായിരുന്നു. കാരണം കണ്ണല്ലൂർ ജമാഅത്ത് ഈ അടുത്ത കാലത്ത് കാണാത്ത ഒരു ജനബാഹുല്യമായിരുന്നു അദ്ദേഹത്തിന്റെ ജനാസ നമസ്കാരത്തിൽ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതായത് അള്ളാഹു ഒരാളെ സ്വീകരിക്കാൻ മുൻപുള്ള ലൈഫിൽ ആരുടെ മോനാണ് അല്ലെങ്കിൽ എത്ര കാലം, ഇതൊന്നുമല്ല. അള്ളാഹു ഹിദായത്ത് കൊടുക്കാൻ തീരുമാനിച്ചാൽ ആ ഒരു മനുഷ്യന്റെ ജനാസ നമസ്കരിക്കാൻ വേണ്ടി മാലാഖമാർ പോലും ഉണ്ടാവും. ചില സമയങ്ങളിലൊക്കെ ചില മനുഷ്യരെ മയ്യത്ത് കുളിപ്പിക്കാൻ മാലാഖമാർ കുളിപ്പിക്കുന്ന, അങ്ങനെ കുളിപ്പിച്ച് നമുക്ക് ബോധ്യപ്പെട്ടാലും നമ്മളൊന്ന് കുളിപ്പിക്കണം എന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു മനുഷ്യൻ 2 വർഷമായിട്ട് ഇസ്ലാം മതം സ്വീകരിച്ചു. അപ്പോൾ ആന്റണി എന്ന് പേരുള്ള ഒരു പേരിലൊന്നുമല്ല, അദ്ദേഹം മുഹമ്മദ് റാഫി എന്നുള്ള പേര് സർട്ടിഫിക്കറ്റ് നോക്കിയാൽ കാണുന്നില്ല. പടച്ചറപ്പിൻ്റെ മുമ്പിൽ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ആയിരിക്കും, അത് അറിഞ്ഞുകൊണ്ട് തന്നെ ആയിരിക്കും ഒരുപാട് ആളുകൾ നമസ്കരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ആ പള്ളിയിൽ ഒത്തുകൂടിയത്. ഈ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ കണ്ണനല്ലൂരിന്റെ പുറത്തു നിന്ന് പോലും ധാരാളം ആളുകൾ, നൂറുകണക്കിന് ആളുകൾ. അദ്ദേഹം നല്ലൊരു മനുഷ്യനായിരുന്നു മാത്രമല്ല, എല്ലാ മതസ്ഥരോടും ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഇസ്ലാമിനോടും ഇസ്ലാമിന്റെ ആളുകളോടൊക്കെ വലിയ താല്പര്യമുള്ള ഒരാളായിരുന്നു. പ്രവാചകനെയും മറ്റുമൊക്കെ ഒരുപാട് സ്നേഹിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്, എന്റെ പേര് ഏതിട്ടാലും എന്റെ പേരിന്റെ തുടക്കത്തിൽ മുഹമ്മദ് എന്ന് വേണം എന്ന് അദ്ദേഹത്തിന് നിർബന്ധ ബുദ്ധി ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെയും പ്രവാചകന്റെയും പേര് ചേർത്ത് മുഹമ്മദ് റാഫി എന്ന് അദ്ദേഹത്തിന് പേരിട്ട് തന്നെ. നല്ല മനുഷ്യനായിരുന്നു. അള്ളാഹു അദ്ദേഹത്തിന് ഉയർന്ന ദർജ കൊടുക്കട്ടെ, സ്വർഗത്തിൽ എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യുകയാണ്. ആമീൻ ആമീൻ. കാരണം അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ, ഖബറിടം അള്ളാഹു സന്തോഷത്തിലാക്കട്ടെ. നമ്മളും പ്രാർത്ഥിക്കാം. ഒരു ആന്റണി എന്ന് പറഞ്ഞ പോലെ മുഹമ്മദ് റാഫി മരണപ്പെട്ടു. കാരണം ഇസ്ലാം മത വിശ്വാസി ഒരാളാണ്. ആ പേരൊക്കെ മാറി മുഹമ്മദ് റാഫിയായി. പക്ഷേ ആ ഒരു വിശ്വാസികൾ, ആ വീട്ടുകാരുണ്ടല്ലോ, ക്രിസ്തുമത വിശ്വാസികളായ വീട്ടുകാർ, ആ വീട്ടുകാരുടെ ഒരു മനസ്സിന്റെ ഒരു വലിപ്പം നമ്മൾ പ്രത്യേകം എടുത്തു പറഞ്ഞ് അഭിനന്ദിക്കണം. ഇങ്ങനെ തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ മറ്റൊരു മതത്തിലേക്ക്, അതും പ്രത്യേകിച്ച് ഇസ്ലാമിലേക്ക് വരെ യാതൊരു സംഘർഷത്തിനും നിന്നില്ല. അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം അദ്ദേഹം ആ ഒരു വീട്ടിൽ തന്നെ മുസ്ലിമായിട്ട് ജീവിക്കുന്നു. അദ്ദേഹം നമസ്കരിക്കാനും എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നു. അതോടൊപ്പം അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരം, വസിയത്ത് പ്രകാരം മരണപ്പെടുമ്പോൾ ഒരു പള്ളിക്കാട്ടിൽ ഖബറടക്കണം എന്ന് പറയുമ്പോൾ അത് സമ്മതിക്കാൻ ആ ഒരു ക്രിസ്ത്യാനികളായ ആ വീട്ടുകാർ കാണിച്ചൊരു നല്ല മനസ്സുണ്ടല്ലോ, അതിനാണ് ഞാൻ ഫസ്റ്റ് അഭിനന്ദിക്കാം. കാര്യം ഇങ്ങനെ പറയാൻ കാരണമുണ്ട്. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഇസ്ലാമിലെ 3ാമത്തെ ഖലീഫയാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനെ വീട്ടിൽ കയറി അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയത് മുസ്ലിം മതവിശ്വാസികൾ തന്നെയായിരുന്നു. എന്നിട്ട് ആ മയ്യത്ത് കാണാനെന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ വിശ്വാസികൾ അവിടെ കയറി കൂടിയിട്ട് ആ മൃതദേഹത്തിനെ അപമാനിക്കും വിധം കഷ്ണങ്ങളാക്കി എല്ല് വരെ ഊരിക്കൊണ്ടുപോയി. എന്ന് മാത്രമല്ല, ഒരു വെള്ളിയാഴ്ച ദിവസം 83 വയസ്സുള്ള നോമ്പെടുത്തു കൊണ്ടിരിക്കുന്ന ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന ഹബീബായ നബി തന്റെ സ്വർഗത്തിലെ റഫീഖാണ്, ആത്മമിത്രമാണ്.
സ്വർഗത്തിൽ എൻ്റെ കൂട്ടുകാരനാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് വിശേഷിപ്പിച്ച ആ വലിയ സ്വഹാബി വര്യനെ ക്രൂരമായിട്ട് കൊലപ്പെടുത്തി ഒരു വെള്ളിയാഴ്ച ദിവസം. എന്നിട്ട് അന്ന് മഗ്‌രിബിന്റെ ശേഷം ഖബറടക്കുമ്പോൾ അവിടുത്തെ മുസ്ലിമീങ്ങളെ ഖബറടക്കിയിരുന്ന ജന്നത്തുൽ ബഖീഅയിൽ പോലും ഖബറടക്കാൻ സമ്മതിച്ചില്ല. അവിടെ മുസ്ലിം മതവിശ്വാസികളെ ഖബറടക്കിയിരുന്ന ആ പൊതു ശ്മശാനം എന്ന ജന്നത്തുൽ ബഖീഅയിലേക്ക് ഖബറടക്കാൻ സമ്മതിക്കാതെ മറ്റപ്പുറത്തുള്ള ഒരു അൻസ്വാരിയായ ഒരു മനുഷ്യന്റെ തോട്ടത്തിൽ ഖബറടക്കാൻ മാത്രമേ സമ്മതിച്ചുള്ളൂ. എന്തൊരു ദുരവസ്ഥയാണ്! എത്രയോ സ്വഹാബികൾ നിന്നിരുന്ന ഒരു സമയത്ത് എല്ലാ പ്രമുഖ സഹാബിമാരുണ്ടായിരിക്കുമ്പോൾ ശത്രുക്കളുടെ കൈകൾ അവർക്കായിരുന്നു പ്രാമുഖ്യം ഉണ്ടായിരുന്നത്. അവരുടെ ഹുങ്കിന് മുന്നിൽ ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടുത്തെ ആളുകൾ ഖബറടക്കിയിരുന്ന ആ സ്ഥലത്ത് പോലും ഖബറടക്കാൻ സമ്മതിക്കാത്തൊരു ചരിത്രം നമുക്ക് മുന്നിലുണ്ട്. എന്നിട്ട് പിന്നീട് വന്ന ഭരണാധികാരികൾ ആ പ്രദേശമടക്കം ഉൾക്കൊള്ളിച്ച് ജന്നത്തുൽ ബഖീയാക്കി മാറ്റി. അപ്പൊ നമ്മൾ ഇന്ന് കാണുമ്പോൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഖബറടക്കിയ ഒരു സ്ഥലം ജന്നത്തുൽ ബഖീഅയിലാണെന്ന് പറയാം, സാങ്കേതികമായിട്ട് പറയാം. പക്ഷേ അന്ന് ആ മരണപ്പെട്ട സമയത്ത് അവിടുത്തെ മുസ്ലിം മതവിശ്വാസികളെ ഖബറടക്കുന്ന ജന്നത്തുൽ ബഖീഅയിൽ പോലും ഖബറടക്കാൻ കാണിക്കാറ് ഒരു സൗമനസ്യം പോലും, ഒരു വിശാലത പോലും കാണിച്ചിരുന്നില്ല. മറ്റൊരു പറമ്പിൽ കൊണ്ടുപോയിട്ട് ഖബറടക്കി. ആ പറമ്പിലൂടെ നടന്നു പോകുമ്പോൾ പറയാറുണ്ടായിരുന്നേ, ഈ ഖബറിലേക്ക്, ഈ ഒരു മണ്ണിലേക്ക് ഒരു സ്വാലിഹായ മനുഷ്യന്റെ ഖബർ വരാനുണ്ട്, അത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു ആയിരുന്നു എന്നുള്ള ചരിത്രം. ഇന്ന് ആ പ്രദേശങ്ങളൊക്കെ ഇതിലാണ്, ജന്നത്തുൽ ബഖീഅയിലാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ഇടുങ്ങിയ ചിന്താഗതിയുള്ള ആളുടെ കാലത്താണ് ഈ ഒരു ക്രിസ്ത്യൻ കുടുംബം തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ ഇസ്ലാം മതവിശ്വാസിയായപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കും പോലെ പള്ളിക്കാട്ടിൽ ഖബറടക്കാൻ സമ്മതിച്ചത്. മാഷാ അല്ലാഹ്, ഹബീബായ നബിയോടുള്ള ഇഷ്ടമാണ്. ഹുബ്ബുൻ നബി എന്നെ പ്രധാനം കേട്ടോ. ഈ ഒരു മനുഷ്യനെ ആന്റണി മൊറാണ്ട എന്ന് പറയുന്ന ഈ ഒരു 73കാരനെ ഇസ്ലാമിലേക്ക് ആകർഷിപ്പിച്ചത് ഹബീബായ നബിയുടെ ജീവിതമാണ്. ഇതിനു മുൻപ് കോവിഡ് കാലത്ത്, കോവിഡൊക്കെ കഴിഞ്ഞിട്ട് കൊടുങ്ങല്ലൂർ ഭാഗത്ത് ഒരു എഴുത്തുകാരൻ, ഒരു നാടക പ്രവർത്തകനാണ്. അദ്ദേഹം ഇസ്ലാം മതം സ്വീകരിച്ചു. പക്ഷെ ആ കുടുംബം അത് സമ്മതിച്ചില്ല. ആ കുടുംബം അദ്ദേഹത്തിന് ചിതയൊരുക്കി കത്തിക്കുക ചെയ്തത്. അള്ളാഹുവിന്റെ അടുക്കൽ അവർ ആദ്യം മുഅ്മിനീങ്ങളാവും, പിന്നെയാണ് അവർ മുസ്ലിങ്ങളാവുക. ചില ആളുകൾ ആദ്യം മുസ്ലിങ്ങളാവും, പക്ഷേ മുഅ്മിനീങ്ങളാവില്ല. ഇങ്ങനെ പല പല കാറ്റഗറിയിലെ ആളുകളുണ്ട്. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഒരു കൂട്ടം ആളുകളാണ് അള്ളാഹുവിന്റെ റഹ്മത്തുള്ള ആളുകൾ. അള്ളാഹുവിന്റെ റഹ്മത്തിൽ നിരാശരാവാത്ത ആളുകൾ അള്ളാഹു കൂട്ടിക്കൊണ്ടുപോത്രേ. നീ എൻ്റെ റഹ്മത്തിൽ പ്രതീക്ഷിച്ച ആളുകളല്ലേ. പിന്നെ കുറച്ച് ഷഫാഅത്തിന്റെ ആളുകളുണ്ട്. പിന്നെ കുറച്ച് അള്ളാഹുവിൻ്റെ ഒരു ഇഷ്ടം കൊണ്ട് അങ്ങോട്ട് കയറിക്കും. ആ അള്ളാഹിൻ്റെ ഒരു തീരുമാനം എന്തിനാണെന്നും അള്ളാഹു നമ്മുടെ അടിസ്ഥാന ഘടകങ്ങൾ അള്ളാഹ് തീരുമാനിക്കണം, മോൻ ഈ സ്വർഗത്തിൽ പൊക്കോ. ചില ആളുകൾ സ്വാലിഹായ അമലൊക്കെ ചെയ്തിട്ട് സ്വർഗത്തിൽ പോകുന്ന ആളുകൾ, അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മളെയും അള്ളാഹ് ഉൾപ്പെടുത്തുക. കാരണം നമ്മുടെയൊന്നും അമല് കൊണ്ട് നമ്മൾ കയറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വീഡിയോ കാണുന്ന ആരെങ്കിലും ഈ സംഭവത്തിന് അവിടെ നമസ്കരിക്കാൻ വന്ന ആളുകൾ, അല്ലെങ്കിൽ ഇതൊക്കെ നേരിട്ട് സാക്ഷിയായ ആളുകളോ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാവുന്ന വിവരങ്ങൾ പങ്കുവെക്കണം. ഏതായാലും വലിയ ഒരു സന്തോഷം ആ ഒരു മഹലിനുണ്ട്, അവിടുത്തെ നാട്ടുകാരുണ്ട്, അവിടുത്തെ ക്രിസ്ത്യൻ സമൂഹം. വീഡിയോ കാണുന്ന ആരെങ്കിലും ആ നാട്ടിലുള്ള ഈ സംഭവം അറിയാവുന്ന ആളുകളുണ്ടെങ്കിൽ ഒന്ന് വിവരങ്ങളൊക്കെ പങ്കുവെക്കണം. ഹബീബായ നബി മദീനയിൽ വന്നപ്പോൾ അവിടെ ഒരു അൻസാർ വന്നിട്ട്, ഒരു അൻസാരിയിൽപ്പെട്ട ഒരു പ്രമുഖനായ ഒരു മനുഷ്യൻ വന്നിട്ട് ഹബീബായ നബി ഒരു സങ്കടം പറയുന്ന ഒരു സംഭവം ചരിത്രങ്ങൾ കാണാം. ആ മനുഷ്യന്റെ മക്കളൊക്കെ ഇസ്ലാം മതവിശ്വാസികളായിരുന്നു. കാരണം ഹബീബായ നബി മദീനയിലേക്ക് വരുന്നതിന് മുൻപ് തന്നെ അവരൊക്കെ ഇസ്ലാം മതവിശ്വാസികളായിട്ട് മാറിയിരുന്നു. ആ ഒന്നാം മഖബ ഉടമ്പടിയൊക്കെ കഴിഞ്ഞപ്പോഴേ വിശ്വാസികളായിട്ട് മാറിയിട്ടുണ്ട്. അങ്ങനെ ഹബീബായ നബി വന്നു, ഹബീബായ നബിയൊക്കെ കണ്ടു, വളരെ സ്നേഹത്തിൽ മുന്നോട്ട് പോവാണ്. അങ്ങനെ ഈ ഇദ്ദേഹത്തിന് 2 ആൺകുട്ടികൾ ക്രിസ്ത്യാനികളായി മാറി. പിന്നീട് ഈ ഒരു മനുഷ്യൻ അൻസാരികൾപ്പെട്ട ഈ സ്വഹാബിക്ക് വലിയ സങ്കടമായി. നബിയോട് വന്ന് പരാതി പറയാൻ, നബിയെ എൻ്റെ മക്കൾ 2 പേരും ക്രിസ്ത്യാനികളായി, അവരവിടുന്ന് കച്ചവടത്തിനൊക്കെ പോയിട്ട് അവിടെ നിന്നാണ് ഈ ക്രിസ്തു മതങ്ങളെ കുറിച്ചൊക്കെ പഠിച്ചതും അതിലേക്ക് മാറിയതും. നബി ഒന്ന് സംസാരിക്കാമോ, അവരോട് എങ്ങനെയെങ്കിലും ഒന്ന് ഇസ്ലാമിലേക്ക് വരാൻ പറയാമോ? നബി പറഞ്ഞു, അത് അവരുടെ ഇഷ്ടമാണ്, അവർക്ക് അല്ലാഹു ഹിദായത്ത് കൊടുത്തിട്ടില്ല, അത് ഞാൻ അതിൽ നിർബന്ധിപ്പിക്കാനൊന്നും പറ്റില്ല എന്ന് പറഞ്ഞ് ഹബീബായ നബി മാറുകയാണ്. അത് ഓരോരുത്തരുടെ മതവിശ്വാസങ്ങളെ അംഗീകരിക്കുന്നൊരു നയം. കൂട്ടത്തിൽ ഇൻഷാ അല്ലാഹ് ഒരു കാര്യം പറയണം, നബിദിനം വരാൻ പോവാണ്. നമ്മുടെ നാട്ടിൽ നബിദിനത്തിന് അവധി പ്രഖ്യാപിച്ച രാജ്യങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഞാൻ ഒരുപാട് രാജ്യങ്ങൾ അവധി പ്രഖ്യാപിക്കലുണ്ട്. അതിൽ നിങ്ങൾക്കറിയാവുന്ന രാജ്യങ്ങളൊക്കെ ഒന്ന് പറയാം. ഇപ്പോൾ സൗദി അറേബ്യ നബിദിനത്തിന് അവധി പ്രഖ്യാപിക്കാത്തൊരു രാജ്യമാണ്. സൗദി അറേബ്യയിലൊക്കെ ആൾക്കാർ ചോദിക്കും, നബി ജനിച്ച നാട്ടിൽ, നബി ജനിച്ച മക്കയിൽ, നബി ജീവിച്ച മദീനയിൽ നബിദിനത്തിന് അവധി ഉണ്ടോ എന്ന് ചോദിച്ചാൽ 1512 മുതൽ 1921 വരെ തുർക്കികൾ ഭരിക്കുന്ന കാലത്ത് അവിടുത്തെ ദേശീയ അവധി ദിനമായിരുന്നു നബിദിനം, മീലാദുൻ നബി. 1921 സൗദി ഭരണകൂടം വന്നപ്പോഴാണ് ഈ ഒരു നബിദിന ആഘോഷങ്ങൾ നിർത്തലാക്കി. അതിനു മുമ്പ് അവിടെ ഖുർആൻ പാരായണം, മൗലിദ് പാരായണം, തെരുവുകളൊക്കെ അലങ്കരിച്ചിട്ടും ഇതൊക്കെ ചരിത്ര രേഖയിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതൊക്കെ അവിടെ ഉണ്ടായിരുന്നു. എന്നാലും സൗദിയിലെ മീലാദുൻ നബിയുടെ അവധി 1970കളിലാണ് നിർത്തലാക്കി. അതുവരെ മീലാദുൻ നബിക്ക് അവധിയുണ്ട്, ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ മീലാദുൻ നബിക്ക് ആഘോഷങ്ങളും ഉണ്ട്, അവധിയുണ്ട്. അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ത്യയിൽ അവധിയുണ്ട്, പാകിസ്ഥാനിൽ അവധിയുണ്ട്, ബംഗ്ലാദേശിൽ അവധിയുണ്ട്. അപ്പോൾ നിങ്ങൾക്കറിയാവുന്ന ഈ നബിദിനത്തിന് അവധി പ്രഖ്യാപിക്കുന്ന ഏതൊക്കെ രാജ്യങ്ങളുണ്ട്? ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് കുവൈത്തിൽ അവധി പ്രഖ്യാപിച്ചത്.
ഖത്തറിൽ അങ്ങനെ അവധി കൊടുക്കില്ല. ഖത്തറിലും സൗദി അറേബ്യയിലും അങ്ങനെ അവധി ഉണ്ടാവലില്ല. ബാക്കി രാജ്യങ്ങൾ, അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന രാജ്യങ്ങളൊന്നും എന്ത് ചെയ്യുക, ഒന്ന് താഴെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ രാജ്യം 79ാമത് സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുകയാണ്. ആ ആഘോഷങ്ങളിലൊക്കെ നമ്മൾ പരമാവധി പങ്കെടുക്കുക. സ്വാതന്ത്ര്യദിനത്തിൻ്റെ സ്വാതന്ത്ര്യ പോരാളികളെ നമ്മൾ ഒന്നുകൂടി ഓർക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് മരണപ്പെട്ടു പോയ ആ ഒരു ആൻ്റണിക്ക്, മുഹമ്മദ് റാഫിക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യാൻ മറക്കരുത്. മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.